أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആദരണീയരായ സത്യവിശ്വാസികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സത്യദീനിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഖൈറായ ബറക്കത്തുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യർ നമ്മുടെ ജീവിതം നമ്മൾ സ്വയം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ 4 സ്ഥലത്ത് നമ്മൾ എല്ലാവരും താമസിക്കണം. അതിൽ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ഉമ്മമാരുടെ ഗർഭപാത്രത്തിനകത്താണ്. അവിടെ ആണായാലും പെണ്ണായിരുന്നാലും 9 മാസമാണ് അതിന്റെ കണക്ക്. 262 ദിവസമാണ് നോർമൽ ഒരാളുടെ ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പോ ആ കുറഞ്ഞ കാലഘട്ടം ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ താമസിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തീരുമാനമായ കാര്യമാണ്. രണ്ടാമത് നമ്മൾ എത്തിപ്പെടാനുള്ളത് ഈ ദുനിയാവിലാണ്. ഈ ദുനിയാവിൽ നമ്മൾ എത്തിപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് ഉമ്മയുടെ പ്രസവത്തിന്റെ തീയതി, നമ്മൾ പ്രസവിക്കപ്പെട്ട ദിവസം. ആ ദിവസം മുതൽ ഇവിടുന്ന് മരിച്ചു പോകുന്നത് വരെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് ദുനിയാവ്. അതുകൊണ്ടാണ് ചില ഉലമാക്കന്മാര്, ചില പണ്ഡിതന്മാര് പറയാറുണ്ട്, നീ ജനിച്ചു വീണ ദിവസത്തെ കുറിച്ച് ചിന്തിച്ചാൽ നിനക്ക് മരിച്ചു പോകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. കവികൾ ഓർമ്മപ്പെടുത്താറുണ്ട്, യബ്നാദം, പിന്നെ ആദമിന്റെ വലദത്ക ഉമ്മുക യബ്നാദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. അല്ലയോ ആദമിന്റെ പുത്ര മനുഷ്യ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച നാളിൽ നീ കരയുകയായിരുന്നോ? നിന്റെ ചുറ്റും കൂടിയവരൊക്കെ ചിരിക്കായിരുന്നു. കുട്ടി ഇങ്ങനെ കരയും, കാണാൻ വന്നവരൊക്കെ ചിരിക്കും, മിഠായി കൊടുക്കും, സന്തോഷത്തിലേക്കും, പേര് വിളിക്കും, സന്തോഷം പ്രചരിപ്പിക്കും. എന്നാൽ ഒരു ദിവസം വരാനുണ്ട്, فَعْمَلْ لِيَوْمِ مَوْتِكَ أَنْ تَكُونَ إِذَا بَكَوْا فِي مَوْتِي في يوم موتك ضاحكا مسرورا. ആ ദിവസം നീ ചിരിക്കാൻ ശ്രമിച്ചോ, അന്ന് നിന്നെ ചുറ്റും കൂടിയ ആളുകളൊക്കെ നിന്റെ മുഖത്തുള്ള കഫൻപുടവ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവർ പ്രതിബന്ധിക്കാറില്ല. ജനിച്ചപ്പോൾ നിന്നെ നോക്കി ചിരിച്ചിരുന്ന മനുഷ്യർ നീ മരിച്ചു എന്നറിഞ്ഞാൽ നിന്റെ മുഖത്ത് നോക്കി കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. മനുഷ്യ, നീ ആ ഒരു ദിവസത്തിൽ ചിരിച്ചുകൊണ്ട് ആനന്ദിച്ച് ഈ ലോകത്തുനിന്ന് യാത്ര പോകാൻ. അതിനൊറ്റ അവസരമുള്ള ദുനിയാവ് മാത്രം. രണ്ടാമതൊരു റീടേക്കുകൾ ഇല്ലാത്ത ഒരേ ഒരു ലോകം മാത്രമേ നമ്മുടെ നാളെ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി അവ തന്നു കണക്കാക്കി.
ഒരു പരീക്ഷ എഴുതിയാല് രണ്ടാമത് ഒന്നുകൂടി എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കളി തോറ്റാൽ നമുക്ക് അടുത്ത കളിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ പരാജയപ്പെട്ട മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ചികിത്സക്ക് വഴിയില്ല. ദുനിയാവാകുന്ന ഈ ചാൻസ് നഷ്ടപ്പെടുത്തിയവർക്ക് രണ്ടാമതൊരു ചാൻസ്. ഇനി ഈ ദുനിയാവിനെ കുറിച്ച് ഉലമാക്കന്മാർ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കുന്ന എല്ലാ കാര്യങ്ങളും നിർത്തി പറയുന്നത് ചുരുക്കി അങ്ങനെ പറഞ്ഞു പോവാൻ ചുരുങ്ങിയ സമയം മാത്രമല്ല. ഇതാ ഈ ദുനിയാവില് ഒരാൾക്ക് നമ്മളെ പോലത്തെ ഒരാൾക്ക് നബിതങ്ങളുടെ ഉമ്മത്തിന് 60 വയസ്സിന്റെയും 70 വയസ്സിന്റെയും ഇടയിലാണ് കാലഘട്ടം ജീവിക്കാൻ പറ്റുക. അപ്പോ ഇവിടെ 50 വയസ്സായാലും ചിന്തിക്കണം ഇനി എത്ര കാലമുണ്ട്, 60 വയസ്സായാലും ചിന്തിക്കണം ഇനി എത്ര ഉണ്ട്, 30 കഴിഞ്ഞവര് ചിന്തിച്ചു നോക്കിയാൽ മതി പകുതി കഴിഞ്ഞു അല്ലെ. നമ്മൾ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അയാൾ 50ാമത്തെ കൊല്ലത്തിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെങ്കിൽ അയാള് ഇപ്പൊ എത്ര വയസ്സ് 70-75 ചുരുങ്ങിയതായിട്ടുണ്ടാവും. ഇപ്പോഴും ആഘോഷത്തിലാണ്, ഇപ്പോഴും ചിന്തിക്കുന്നതല്ല. എന്നിട്ട് പുതിയ ആപ്പിളിൽ നിന്ന് നല്ല രംഗങ്ങളൊക്കെ പകർത്തി അങ്ങനെ എല്ലാവർക്കും വിളിച്ചു വെത്തി ചോറൊക്കെ വെച്ച് എന്തൊരു അവസ്ഥയിലേക്കാണ് നാട് പോയിട്ടുണ്ട്. ഉലമാക്കന്മാര് പറയാണ് ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിച്ചാൽ അതിന്റെ പകുതി രാത്രിയാണ്. 30 കൊല്ലം പകല് കിട്ടിയാൽ ഉറപ്പിച്ചോളി 30 കൊല്ലം രാത്രിയാണ്. അപ്പൊ ആകെ നമ്മളെ പകല് 30 കൊല്ലം. ശരി, 30ന്റെ പകുതി 15. ആ 15 കൊല്ലം അവൻ അറിയാത്തവനായി യമീനും ഷിമാലും നോക്കി നടന്നവനാണ് കുട്ടിക്കാലം. അത് പന്ത് തട്ടി ക്യാരം ബോർഡ് കളിച്ച് അത് മെസ്സിന്റെ പിന്നാലെ നടന്ന് ആ ടീച്ചറിലോട്ട് ആ കൂട്ടും തെരഞ്ഞ് അങ്ങനെ കാലന് കഴിഞ്ഞു. 15 പോയി. ഇനി ബാക്കി ഇനി ബാക്കി 15 കൂട്ടിക്കോളും. അതിൽ പെണ്ണന്വേഷിക്കണം, ജോലി അന്വേഷിക്കണം, ഡിഗ്രിക്ക് പഠിക്കണം, PG നോക്കണം, വീടുണ്ടാക്കണം. ഇതെല്ലാം കൂടി അതിൻ്റെ കൂടെ ഓടി. ഈ ഓട്ടത്തിനിടക്ക് എവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരൊറ്റ ചാൻസ് മാത്രമുള്ള ഈ ദുനിയാവില് നാളെ പരലോകത്തിന് വേണ്ടി നമ്മൾ എന്തതിനിടയിൽ ചെയ്യുന്നത് കഴിഞ്ഞോ? പിന്നെ കുറെ കാലം എന്തൊക്കെയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം, രാത്രി പള്ളിയിൽ പോയിട്ട് എല്ലാ റമദാനിലും 30 ദിവസം എത്തിക്കാതിരിക്കണം. സ്വപ്നങ്ങളുണ്ട്. വയസ്സ് സമ്മതിക്കുന്നില്ല, ഗുളികപാത്രങ്ങൾ സമ്മതിക്കുന്നില്ല, തൊലികൾ സമ്മതിക്കുന്നില്ല, കണ്ണ് സമ്മതിക്കുന്നില്ല. എന്റെ വയസ്സായതിന്റെ വിഷമങ്ങൾ കാരണം കൊണ്ട് കുറെ കാലം വാർദ്ധക്യത്തിലാലും നരബാധിച്ചും ക്ഷീണിച്ചും അവസാനം ജീവിച്ച് തീരുന്ന മനുഷ്യരാണ്. ഇനി നമ്മൾ ആലോചിക്കണം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ എനിക്ക് ഈ ദുനിയാവിൽ എന്താണ് അധ്വാനിക്കാനുള്ള സമയം എവിടെയാണത്? ഞാൻ എന്താ ചെയ്തു വെച്ചിട്ട്? ഇനി ഈ ദുനിയാവ് രണ്ടാമത് ജീവിക്കുമെങ്കിൽ 3ാമത്തെ ജീവിതം നമുക്ക് പടച്ചോൻ നിശ്ചയിച്ചിരിക്കുന്നത് പരലോകം. ആ പരലോകത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന്റെ ഇടയിലൊരു വീടുണ്ട്. അതാണ് ശരിക്കും 3ാമത്തെ വീട്, ബർസഖ്. ഖബർ മുതൽ പരലോകം വരെയുള്ള യാത്ര, അത് ബർസഖാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിനകത്ത് 9 മാസം, ദുനിയാവിൽ 70 കൊല്ലം. എന്നാൽ ഇവിടുന്ന് ഇറങ്ങി നമ്മളെ കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച പിന്നെ എത്ര കാലം ഉണ്ടായിരിക്കും? കണക്ക് പറയാൻ പറ്റൂല. എത്ര കൊല്ലങ്ങൾ കിടക്കേണ്ടി വരുന്ന ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം ഉലമാക്കന്മാർ, നേതാക്കന്മാർ, നമ്മുടെ സലഫുകളൊക്കെ ഖബർ കാണുമ്പോൾ അവർക്ക് പേടിയാണ്. ഖബർ കണ്ടാൽ അവർ കരയും.
അവിടെ മുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണെന്ന് അർത്ഥം. എന്ന് മാത്രമല്ല, മഹാരഥന്മാരായ ഉലമാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യർ അവന്റെ ജീവിതത്തിൽ ഈ ലോകത്ത് നിന്ന് അവസാനം ഒരു യാത്ര പോകേണ്ടവനാണ്. ആ യാത്ര എവിടേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ 6 അടി മണ്ണിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എന്തൊരു വാക്കാണ്! മനുഷ്യ, നിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് നിങ്ങളെ മടക്കുന്നതാണ്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, എന്നിട്ട് ഒരിക്കൽ കൂടി ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് നിങ്ങളെ കൊണ്ടുവരുന്നതാണ്. ഇത് ചിന്തിക്കാത്ത ഒരു കൗമി നാട്ടിലുള്ളതുകൊണ്ടാണ് പിടിച്ചു പറയും, മോഷണം, അവിഹിതം, ഭർത്താവിനോടുള്ള മോശം പെരുമാറ്റം, ഭാര്യയോടുള്ള അവകാശങ്ങൾ ശ്രദ്ധിക്കാത്തത്, വാപ്പാനുമ്മാനി പഠിക്കുന്നത്, കല്യാണത്തിന്റെ പേക്കൂത്തുകൾ നടക്കുന്നത്, തോന്നിവാസങ്ങൾക്ക് കുടപിടിക്കുന്നത്, അധർമ്മങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, വേണ്ടാത്തരങ്ങൾക്ക് പോയി മോശപ്പെട്ട പെരുമാറ്റങ്ങൾ നടത്തുന്നത്, എല്ലാത്തിന്റെയും അടിസ്ഥാനം ഇങ്ങനെ ഒരു ലോകത്ത് ഞാൻ ജീവിക്കാൻ വരാൻ ഒരു വലിയ ലോകം വരുന്നുണ്ട് എന്ന് മറന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ബർസഖിന്റെ ലോകം ഓർമ്മിച്ചോടെ ഇത് ഖബറാണ്. അത് നമ്മൾ സാധാരണ കടന്നു പോണ പോലെ കടന്നു പോകില്ല. മഹാരഥന്മാരായ സലഫുകളായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രധാനമായ ഈ ഘട്ടങ്ങളെല്ലാം കടന്നു പോകുമ്പോ അവനേറെ ഭയപ്പെടേണ്ടുന്നതാണ്. മനുഷ്യൻ അവന്റെ ബർസഖിന്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്ന ഒരു ലോകമുണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ഖബറിൽ അവൻ കിടക്കുന്ന ഒരു മറയുണ്ട്. ഒരു മറ കുറച്ചു കാലത്തേക്ക്. മഹാരഥന്മാരിൽപ്പെട്ട പ്രസിദ്ധരായ പല ആളുകൾ ഉലമാക്കന്മാര് പറയാറുണ്ട്, മരണം എന്നതൊരു പാനീയമാണ്, എല്ലാവരും അത് കുടിച്ചേ പറ്റൂ, വേണ്ടാന്ന് പറഞ്ഞ കാര്യമില്ല, സമയമായാൽ അത് സംഭവിക്കും. ഖബർ എന്ന് പറഞ്ഞാൽ ബാബുൻ, ഒരു വാതിലാണ്, എല്ലാരും ആ വാതിലൂടെ കടന്നേ പറ്റൂ. എനിക്ക് വയസ്സായിട്ടില്ല, ഞാൻ ഇപ്പൊ ചെറുപ്പക്കാരിയാണ്, ഞാൻ ചെറുപ്പക്കാരനാണ്, ഞാൻ യൂത്താണ് എന്നൊക്കെ പറയുന്നുണ്ടോ? ഒന്നും വിചാരിക്കണ്ട. ജിമ്മിൽ പോയി കായികാധ്വാനം ചെയ്യുന്ന മനുഷ്യൻ, അല്ലെ, മസിൽ ഉണ്ടാകാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആള് കുഴഞ്ഞു വീണ് മരിച്ചു. ഡയാലിസിസ് ചെയ്ത് ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന ആളല്ല. ആരോഗ്യവാനായ മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. എത്ര പ്രവാസികളുടെ ജീവിത കഥ കേൾക്കുന്നു, അല്ലെ? ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാനിരിക്കുന്ന മനുഷ്യൻ അന്ന് രാത്രിയിൽ ഭൂമിയിൽ മരണപ്പെട്ട് കിടക്കുന്നു. എന്തൊക്കെ സംഭവങ്ങൾ വായിക്കുന്നത്! ഈ ദുനിയാവുന്ന യാത്ര പോയേ പറ്റൂ. മനുഷ്യരെല്ലാവരും ഉറപ്പായും മരണം രുചിക്കുന്നതാണ്. സത്യമായിക്കൊണ്ട് മരണത്തിന്റെ വെപ്രാളങ്ങൾ വരുന്നതാണ്. വേദന ഉണ്ടാവും, ശ്വാസങ്ങളെ കറകറ എന്ന ശബ്ദം വരാൻ തുടങ്ങും. ചുറ്റും കുറെ ആൾക്കാരുടെ ബാപ്പുണ്ട്, ഉമ്മണ്ട്, നല്ല അടിപൊളി ഡോക്ടർമാരുണ്ട്. കണങ്കാലും ഇങ്ങനെ കൂട്ടിപ്പഴഞ്ഞ് വേദനിച്ചിങ്ങനെ കിടക്കുക. ചുറ്റും ആൾക്കാരില്ലേ, ആരെങ്കിലും ഒന്നിങ്ങോട്ട് കൈപ്പിടിച്ച് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വല്ല വഴിയുണ്ടോ? ആർക്കും സാധ്യമല്ല. എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുക, ശ്വാസം ഇങ്ങനെ പെടഞ്ഞു പോണത് ഇങ്ങനെ കാണാനല്ലാതെ നോക്കി നിൽക്കാനല്ലാതെ വേറെ കഴിയില്ല.
അപ്പോഴാണ് മരിക്കുക. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നീ പറയുക, മരണത്തിന്റെ മാലാഖ വന്ന് അവരെ ഏറ്റെടുക്കുന്നതാണ്. അടുത്തൊരു ഒരു മൗത്ത് മലക്കുൽ മൗത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യസമയത്ത് വരും, പിടിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് മരിക്കേണ്ട ഒരാള് നാട്ടിലുണ്ടെങ്കിൽ അയാൾ 10:01 ആകേണ്ടി വരില്ല. പേടിക്കണ്ട, 9:59 ആവൂല. സമയമായവന്റെ റൂഹ് അതിന് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചുമതലയുണ്ട്. ആ യാത്ര മനുഷ്യൻ പോയേ പറ്റൂ. അവസാനമായി അവനെ കുളിപ്പിച്ച് കഫൻപുടവയിൽ പൊതിഞ്ഞുകൊണ്ട് 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ ചുമന്ന് കൊണ്ടുപോയി അവനെ 6 അടി മണ്ണിലേക്ക്, ഇരുട്ടിന്റെ റൂമിലേക്ക് അവനെ ഒറ്റയ്ക്ക് കിടത്തുകയാണ്. വീട്ടിൽ 2500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അടിപൊളി സൗകര്യങ്ങളുള്ള മണിമാളിക സൗധങ്ങളിൽ ആനന്ദിച്ച് സുഖിച്ച് ജീവിച്ച മനുഷ്യനാണ് ഇന്ന് മണ്ണിലാ കിടക്കുന്നത്. നല്ല വിലപിടിപ്പുള്ള ബ്രാൻഡഡ് ഷർട്ടുകളും പാന്റുകളും പർദ്ദകളും നോക്കി നടന്നവരായിരുന്നു. ഇന്ന് ബ്രാൻഡും കളറൊന്നും നോക്കാനില്ല. ഒരു 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞ് കെട്ടുകയാണ്. വീടിന്റെ മുറ്റത്ത് ഭാര്യക്ക് നല്ലൊരു കാറ് കിടക്കുന്നുണ്ട്, ഭർത്താവിനും നല്ല കാനം കിടക്കുന്നുണ്ട്, മക്കൾക്കും മനോഹരമായ കാറുകളുണ്ട്, പുതിയതും പഴയതും ഉണ്ട്. പക്ഷെ ആരും അതിലേക്ക് മയ്യത്തെടുത്ത് വെക്കൂല. 6 കാലുള്ള മയ്യത്ത് കട്ടിൽ ചുമന്ന് കൊണ്ടുപോയി അവനെ മറവ് ചെയ്യുകയാണ്. എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു രംഗം വരാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഖബറുകളും നമുക്ക് പഠിപ്പിക്കുന്നത്. അവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ അവന്റെ ബർസഖ് ആരംഭിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ജനാസയെ കൊണ്ടുവന്ന് ഖബറിനകത്ത് വെച്ച് ആ ഖബറിന്റെ രംഗം കണ്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നമ്മുടെ നാട്ടിലെ ഖബർ കാണുമ്പോ എന്താ ഓർമ്മ? ആന, അമ്പാരി, ബാൻഡ് മേളം, ഗാനമേള, അല്ലെ? നമ്മുടെ നാട്ടിലെ മഖാമ്, ഉറൂസ്, ഇതൊക്കെ എവിടെയാണ്? ഖബറിന്റെ പുറത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടിട്ട് കരയായിരുന്നു. അവിടെ പടക്കം പൊട്ടിക്കാൻ കിട്ടിയില്ലേ? അവിടുത്തെ ഒട്ടക പുറത്ത് കയറിയിട്ടുള്ള സവാരി നടത്തിക്കൂടായിരുന്നോ? അവിടുത്തെ എല്ലാരും കൂടെ വിളിച്ചു വെച്ചിട്ട് ചെണ്ടമേളം നടത്തിക്കൂടായിരുന്നോ? ഖബറാണ്. അവർക്ക് ആ സംഭവം പരിചയമില്ല. ഖബർ എന്ന് പറയുന്നത് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന ഒന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാ? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. മദീന പരിസരത്ത് പള്ളിയിൽ വിശാലമാക്കണം എന്ന് പറഞ്ഞപ്പോ മദീന പള്ളിക്ക് പൈസ കൊടുത്തതാ. റോമാക്കുന്നത് ദാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വഖഫ് ചെയ്ത് കൊടുത്തതാ. ഉസ്മാനുൽ ഫിൽ ജന്ന എന്ന് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞ വാക്കാ. ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ്. എന്നിട്ട് ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ അങ്ങനെ കരയുന്നത് കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കരയുന്നത്? മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ ഖബർ നബി തങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഇന്നൽ ഖബറ വൽ മനാസിലൽ ആഖിറ, നാളെ പരലോകത്തേക്കുള്ള താമസ സ്ഥലത്തിന്റെ 1ാമത്തെ സ്ഥലം ഖബറാണ്. നാളെ നമ്മുടെ മണിയറ കൂടേണ്ട 1ാമത്തെ ദിവസം ഖബറിലാണ്. അല്ലെ? കല്യാണം കഴിഞ്ഞപ്പോ ഒന്ന് ആലോചിക്കാൻ മതി. കല്യാണവും നമ്മളെ മണിയറയിൽ ചിന്തിച്ചു നോക്കി. കല്യാണത്തിന്റെ അന്ന് വീട്ടിലെ പുതിയാപ്പിള ആരാണോ, അതുപോലെ പുതുവെണ്ണ ആരാണോ, അവരായിരിക്കും ശ്രദ്ധാകേന്ദ്രം. മരിച്ചാല് മയ്യത്തായിരിക്കും ശ്രദ്ധാകേന്ദ്രം. പുതിയാപ്പിള കുളിക്കും, മയ്യത്ത് കുളിപ്പിക്കും. പുതിയെണ്ണ കുളിക്കും, മയ്യത്ത് കുളിപ്പിക്കും. നന്നായി അണിയിച്ചൊരുക്കും, മയ്യത്തിന് നന്നായി അണിയിച്ചൊരുക്കും. കൊണ്ടുപോകാൻ കുറെ ആളുകൾ ഉണ്ടാവില്ലേ? നമ്മുടെ കണ്ണൂരൊക്കെ നല്ല കൊണ്ടുപോകാൻ നല്ല ആളും ബഹളക്കല്ലേ? മയ്യത്തിനെ കൊണ്ടുപോകാൻ കുറെ ആൾക്കാരുണ്ട്. കാണാത്ത, ഇതുവരെ 10 കൊല്ലം രോഗിയായിട്ട് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യൻ മരിച്ചാൽ വരും. കാണാൻ പുതിയ 10 കൊല്ലം തിരിഞ്ഞു നോക്കാൻ ഒഴിവുണ്ടായില്ല. മനുഷ്യൻ പറയുമ്പോ ഓടി വരും. പാവം കാണാൻ പോണ്ടതേ മരിക്കുമ്പോഴല്ല, രോഗം വരുമ്പോഴാ, സുഖമില്ലാതെ ഇരിക്കുമ്പോഴാ. 4 ദിവസം പള്ളിയിൽ ഒരാളെ കാണാനില്ല. എന്താ പറയല്? അയാള് ശരിയല്ലാന്ന്. ശരിയാവില്ല, ഒന്ന് അന്വേഷിച്ചൊക്കെ എന്തൊക്കെ പറ്റിയെന്ന്. അങ്ങനെ സ്വഭാവത്തിന്റെ കാലത്തൊക്കെ ഉണ്ടായി. തെരഞ്ഞു വീട്ടു പോകും. എന്താണ് അനുസരിച്ച് കാണാനല്ലോ? നമ്മള് 2 കൊല്ലം കഴിഞ്ഞാലും ചോദിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന വാക്ക് പറയാണ്, ഖബറാണ് 1ാമത്തെ വീട്. മണിയറയിൽ 1ാമത്തെ രാത്രി കൂടൂലേ? ഖബറിൽ 1ാമത്തെ രാത്രി കൂടും. എല്ലാം സെയിമാണ്.
എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറയുന്ന അവിടെ രക്ഷപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു, അവിടുന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവൻ രക്ഷപ്പെട്ടു. അവിടെ കുടുങ്ങിയാൽ ഫമാ ബഅദഹു അശദ്ദ മിൻ, അവിടെ കുടുങ്ങിയവൻ അതിനേക്കാൾ കഠിനമായതായിരിക്കും ഇനി വരാൻ പോണത്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, ഇടയ്ക്ക് നിങ്ങൾ ഖബറ് സന്ദർശിക്കുന്നുണ്ടോ? വല്ലാതെ ഇങ്ങനെ വീട്ടിൽ സൗകര്യമില്ല, അതില്ല ഇതില്ല, പരാതിയും പട്ടിണിയും പായലും പ്രയാസം പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് അവരൊന്ന് സിയാറത്ത് ചെയ്തു. അവരൊക്കെ സ്വപ്നങ്ങളുള്ള ആൾക്കാരായിരുന്നു. ഇനിയും തിന്മകളിൽ നിന്ന് മടങ്ങാൻ മടി കാണിച്ചു നിൽക്കുന്ന, മൊബൈലിലോ റൂമിലോ സ്വകാര്യമായോ രഹസ്യമായോ പരസ്യമായോ കോളേജിലോ സ്കൂളിലോ എവിടെയിക്കോട്ടെ മോശത്തരങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഖബർസ്ഥാനില് നാളെ ശരിയാക്കാന്ന് വിചാരിച്ച കുറെ ആൾക്കാർ ആ ഖബറിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കും, നമ്മൾ പണ്ടൊന്നും ചിന്തിക്കാത്ത രൂപത്തിലാണ് നമ്മുടെ കുട്ടികളുടെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള പോക്ക്. നമ്മുടെ മക്കളൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കുറെ ഉമ്മമാരോട് വന്നിരിക്കുന്നുണ്ട്, കുറെ വാപ്പരെയും കാണാനുണ്ട്, കുറച്ച് മദ്രസ കുട്ടികളെയും കാണാനുണ്ട്. ഇതിലൊരു 8ാം ക്ലാസ്സിന്റെ മേലേക്കുള്ള കുട്ടികൾ വളരെ കുറവാണ്. 10ാം ക്ലാസ്സിൽ ഇവിടെ എല്ലാം ഞാൻ പറയും. 1-2 ആളുണ്ട്. +2കാരും ഡിഗ്രിക്കാരും ഇവിടെ ഇല്ല. സാന്നിധ്യം പറയാൻ പോലും ചിലപ്പോൾ പെൺകുട്ടികളെങ്ങാനും വന്ന് അറിയാതെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിലുള്ളൂ, വരൂല. അവർ കേൾക്കുന്നത് എന്താ, പഠിക്കുന്നത് എന്താ, അവർ സംസാരിക്കുന്നത് ആരോടാ? റീൽസുകാരോടാണ്. ഓരെന്താ പറഞ്ഞവർക്ക് അതാണ് ലൈഫ്. അതുകൊണ്ടാണ് ഒറ്റെണ്ണത്തിന് ഷാളില്ല, മഫ്തല്ല, പിന്നില്ല, ഒക്കെ ഊരി. ട്രെയിനിലൊക്കെ തന്നെ പോണം, നായ കടിച്ചമാരി ഓരോരുത്തർ പാന്റ്, പെൺകുട്ടികൾ പാന്റ് ഇട്ടിരുന്നു, കുറെ അവിടെ ഇവിടെ കീറിയിരിക്കുന്നു. പാന്റ് ഇല്ലാഞ്ഞിട്ടല്ല, കീറിയത് അത്ര സ്റ്റൈല്. കുട്ടികളൊക്കെ മുടി ഇങ്ങനെ കടന്നൽ കൂടെ മാറി ഇങ്ങനെ കുട്ടിയൊക്കെ പൊതിച്ച് വെള്ളം നനയാൻ പറ്റൂല. ഹെൽമെറ്റ് എങ്ങാനും ഇട്ടാല് മുടി കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റിന്റെ മുടി കൊണ്ട് പോകാത്തി. പിന്നെ ബാക്ക് നോക്കിയാൽ പെണ്ണ, മുന്നിൽ നോക്കിയാൽ മറ്റൊക്കെ മീശയൊന്നും ഇല്ലാത്ത ചെറിയ പൊടി പയ്യനാന്ന് മനസ്സിലാവും. ആണേതാ പെണ്ണേതാന്ന് അറിയാത്തത്. പെൺകുട്ടി തന്നെ ചെന്ന് നോക്കിയാണ് പെൺകുട്ടി മുടിയൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെക്കനല്ല ആള് അങ്ങനെ കോലം കിട്ടി നടക്കുക. ആണും പിന്നാലെ നടക്കുക, പെണ്ണും പറഞ്ഞ് നടക്കുക. എന്നിട്ട് ഒരു താരങ്ങൾ, ഉദ്ഘാടകന്മാര്, ഒരു വലിയ സമൂഹത്തിന് വലിയ പബ്ലിസിറ്റി നേതാക്കന്മാര്. പണ്ടൊക്കെ നമ്മുടെ കുട്ടികളോട് പ്രേമം എന്ന് പറഞ്ഞ ആൾക്കാർ അജയെന്ന് പറഞ്ഞതില്ലേ, ഇപ്പൊ പ്രേമം ചോദിക്കും, ഇതെന്താ സാധനം ചോദിക്കും. ഓർക്ക് ആ വാക്കറിയില്ല, ഓർക്ക് വേറെ വാക്കറിയില്ല. ബെസ്റ്റി, അങ്ങനെ വളരെ പുതിയ പേരാണ്. ഉമ്മാനോട് ബെസ്റ്റിയാണെന്നിരിക്കാം, ബെസ്റ്റിയാണില്ല എന്നാ കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ വന്നിരിക്കുന്നു ബെഞ്ചി വന്നിരിക്കുന്നു. ബെഞ്ചി നിങ്ങൾ അറിയില്ല, ഞങ്ങളോട് ചോദിച്ചോല് പറഞ്ഞു തരും. ബെഞ്ചി ആരാന്ന് ചോദിച്ചാല് ഇപ്പൊ ഒരാളുണ്ട്, അതേവന്നാലും ഇയാള് മുങ്ങിയാല് നമുക്ക് അടുത്ത ആള് വേണം, അതിന് അവനെ ബെഞ്ചിൽ എത്തിക്കണം, അടുത്ത ആളെ കാത്തിരിക്കാൻ. ഞാൻ കോളേജ് അധ്യാപകനാണ്, നിങ്ങളോട് ധൈര്യം പോയാലും 1, 2, 3 ഒരു പ്രശ്നമല്ല. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, ടൂർ പോകുമ്പോ ഒരാളപ്പോ, സ്കൂളിൽ ഒരാളപ്പോ, ബസ് സ്റ്റോപ്പിൽ വേറെ ആളപ്പോ, അങ്ങനെ അതൊന്നും കുഴപ്പമില്ല. ആരപ്പോ എവിടെയാവാ ഇങ്ങനെ കോലം കെട്ട് നടക്കണോല്ലേ? എന്താ അവരുടെ തലയിലുള്ളത്? അവർക്ക് സമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്നത് നമുക്ക് ഒറ്റ ജീവിതം ഉള്ളിട്ട പോലെ അടിച്ചു പൊളിച്ചോളി അല്ലെ? YOLO, you only live once. ഒറ്റ ജീവിതമുള്ള പോലെ അടിച്ചു പൊളിച്ചു. ചില ചെക്കന്മാരിപ്പോ ഓരോ ബൈക്കുമ്പത്തെ 2ാമത്തെ സീറ്റ് വലിച്ചിട്ട് അവർക്ക് ഒറ്റ സീറ്റേ ബൈക്കുന്നു. അപ്പൊ എന്താ പറയാ, ഞാൻ സിംഗിൾ ആണ്, ഒരു ഭാര്യയില്ല, കാമുകില്ല, ഫ്രണ്ടില്ല, വാപ്പല്ല, ഉമ്മല്ല, ഞാൻ ഒറ്റക്കനെ നോക്കുക. ഇങ്ങനെ കുറെ ലൈഫായിട്ട് ആൾക്കാർ പോകുന്നത്. പക്ഷെ ആരൊക്കെ എവിടൊക്കെ കറങ്ങാൻ പോയാലേ അവസാനം നമ്മളെ മഹല്ലത്തെ ഖബർസ്ഥാനക്കാരെ ഇറക്കി വെക്കും. എല്ലാവരോടും പറയണേ, ഇനി എവിടേക്ക് എന്ത് ഗുൽമിച്ച് കളിച്ചാലും മോനെ അവസാനം നമ്മൾ ഖബറിലേക്ക്, ഈ നാട്ടിലെ പള്ളിലേക്ക് ഇറക്കി വെക്കും. നിങ്ങൾ എവിടെ പോയി കളിച്ചാലും കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് ഇറക്കി വെക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പള്ളി. അത് ചിലപ്പോൾ ഗൾഫിലുള്ള മയ്യത്താണെങ്കിൽ ഇവരെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ
ഈ ബോധവും ഈ ഓർമ്മയും ഒരു മനുഷ്യൻ ഉണ്ടാവണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനെ കണ്ടപ്പോൾ കരഞ്ഞു പോയി എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നിട്ട് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. യാ മൗത്ത് മാദാ ഫഅൽത ബിൽ അഹിബ്ബ, അല്ലയോ മരണമേ ഈ സ്നേഹിതന്മാരെ നീ എന്താ ചെയ്തത്? പിരിയാൻ പറ്റാത്ത ചങ്ങന്മാരൊക്കെ പിരിഞ്ഞില്ലേ? യാ മൗത്ത് മാദാ ഫഅൽത ബിൽ അഹിബ്ബ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ മരണമേ നീ എന്ത് ചെയ്തു? അല്ലേ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവ് ഒരുമിച്ച് കടന്നവരെ ഒറ്റ രാത്രി കൊണ്ട് നീ പിരിയിച്ച് കളഞ്ഞില്ലേ? വല്ലാത്തൊരു മരണമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ലോക ചരിത്രത്തിലെ ഉമർ രണ്ടാമൻ എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരി, അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങിയ ഖബർ കണ്ടിട്ട് പേടിപ്പിക്കാൻ പറയുന്ന വാക്കല്ല, ഇതൊരു സത്യമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ നമ്മുടെ ജീവിത ലോകം എന്ന് പറയുന്ന ഈ ദുനിയാവിൽ നമ്മളെ ഇറക്കി വെക്കുന്ന ഖബറ് ചെറുതല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെയുള്ളത് എന്ന ബോധം നമുക്ക് ആവശ്യമാണ്. ഖബറിനുള്ളിലുള്ള അദാബുകളും ഖബറിനകത്തുണ്ടാകുന്ന പീഡനങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യായി വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് പ്രാർത്ഥിച്ചിട്ടാണ് സലാം വീട്ടുക. നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയാത്തവരാരെങ്കിലും വായിച്ചു നോക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ ഇടക്ക് നടക്കുന്ന പ്രാർത്ഥന വേണ്ട. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തുണ്ടല്ലോ, എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി വആഫിനി. പ്രാർത്ഥനകളുടെ മഹത്വങ്ങൾ അറിയാം. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിന്റെ ജീവിതം കഴിഞ്ഞ് പരലോകത്തെ ഖബറിലേക്ക് നമ്മൾ എത്തുന്ന ആ ദിവസം, നമ്മൾ പരലോകത്ത് എത്തുന്നതിന്റെ ഇടക്കുള്ള താവളമാണ്. ദുനിയാവിന്ന് പോകും ചെയ്ത് എന്നാ പരലോകത്ത് സ്വർഗം നൽകും കിട്ടാനായിട്ട് ആയിട്ടില്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഖബറിലാണ്, ബർസഖിലാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 5000-ലേറെ വർഷമായി ഖബറിലാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലത്തിന് മുകളിലായി മദീനയിലെ ശറഫാക്കപ്പെട്ട മണ്ണിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മന്റെ വല്യപ്പാലൊക്കെ നമ്മുടെ ഖബർസ്ഥാനിൽ 100-300 കൊല്ലമായി കിടക്കുന്നു. തീരുമാനമായിട്ടില്ല. വനഫഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാദി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ അങ്ങ് ഓതിക്കഴിഞ്ഞാൽ എല്ലാവരെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം വരാനുണ്ട്. കാഹളത്തിൽ ഓതിക്കഴിഞ്ഞാൽ ആ ഖബർസ്ഥാനിനകത്തുള്ളവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അഫലാ യഅലമു ഇദാ ബഅഥറ മാ ഫിൽ ഖുബൂർ വഹസ്സില മാ ഫിസ്സുദൂർ. ഖബറിനകത്തുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് അറിയുമോ? ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചതെല്ലാം പുറത്തു വരുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നേ ദിവസം അതിഭയാനകമാണ്. ഭീതി നിറഞ്ഞ ഒരു നാള് വരാനുണ്ട്. ആകാശത്തുനിന്ന് മഴ പെയ്യുമ്പോൾ നിങ്ങൾ പറയാ ചീരച്ചെടികൾ മുളച്ചു കൊണ്ടുവന്ന പോലെ മനുഷ്യർ ഖബറിന്റെ അകത്ത് നിന്ന് പൂർവാധികം ശക്തിയോടെ പുറത്തേക്ക് വരപ്പെടുന്ന ഒരു ദിവസം. മഴ ചെയ്തിട്ട് ചീരച്ചെടി മുളച്ചു കൊണ്ടുവന്ന പോലെ മനുഷ്യരിങ്ങനെ ഖബറിനകത്തുനിന്ന് കോടാനുകൂടി മനുഷ്യരെ പുറത്തേക്ക് വരും. അവിടെ വന്നാൽ അവസാനിക്കില്ല. അവിടെയാണ് നമ്മുടെ വിചാരണയുണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കർമ്മരേഖകൾ പരിശോധിക്കപ്പെടുന്നത്. ആ നാളിൽ, പരലോകത്തെ വിചാരണയുടെ നാളിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കണം. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ടാൽ അവനെന്താ പറയാ? അവൻ സന്തോഷവാനാണ്. ഇന്നി ظننت أني ملاق حسابيا فهو في عيشة راضية. ഒരു വിചാരണ വരാനുണ്ടായിരുന്നു, എനിക്കത് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ എന്റെ കിതാബ് വായിച്ചു നോക്ക്, സന്തോഷത്തോടെയാണ് അവൻ
അവന്റെ വിചാരണ ലളിതമാണ്, അവന്റെ സ്വർഗപ്രവേശനം എളുപ്പമാണ്. ഇടത് കൈയിലായി ആർക്കെങ്കിലും ഗ്രന്ഥം ലഭിക്കപ്പെട്ടാൽ ഈ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ എന്നവൻ മോഹിച്ചു പോകും. ഇങ്ങനെ പരലോകമുണ്ട്, വിചാരങ്ങളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ തന്തവൈബാണെന്ന് വിചാരിച്ചു. ഇതൊക്കെ മദ്രസപ്പൊട്ടന്മാരുടേതാണെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും ദീനിയായ അതൊന്നും വലിയ കാര്യമൊന്നല്ല എന്ന് കുട്ടികളോട്, യുവാക്കളോട് ആളുകൾ വിളിച്ചു കൂടിയപ്പോ അതൊക്കെയാണ് ശരിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒരു വിചാരണ ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാൻ, എന്റെ എല്ലാം അവസാനിച്ചു. പരലോകത്ത് വരികയാണ്. നീണ്ടു കിടക്കുന്ന നമ്മുടെ അവസാനത്തെ താവളം തീരുമാനിക്കപ്പെടും. ഗർഭപാത്രത്തിൽ കഴിഞ്ഞ്, അതുപോലെ തന്നെ ദുനിയാവ് കഴിഞ്ഞ്, ബർസഖ് കഴിഞ്ഞ്, നാലാമത്തെയും അവസാനത്തെയും സ്റ്റോപ്പാകുന്ന ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പ് അവൻ പറയുന്നുണ്ട്, പണം ഉണ്ടായിരുന്നു, പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ല. ചില പേർക്ക് തോന്നുന്നുണ്ട് ഒരു ജോലിക്ക് പോകണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, എന്നിട്ട് ഒറ്റക്കാലിൽ നിൽക്കണം, എന്നിട്ട് മാപ്പിളിനെ വെല്ലുവിളിക്കണം. നടക്കണമെന്നില്ല, കുറച്ച് ദിവസത്തെ സുഖം ഉണ്ടാവും. ഈ ശ്വാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴേ നമുക്ക് തോന്നും പൈസ കൊണ്ടൊന്നും കാര്യമില്ല, ആരോഗ്യമാണ് വലുത് തോന്നും. നന്നായിട്ട് ഇങ്ങനെ ആരോഗ്യം ഇങ്ങനെ നല്ല ലെവലായി ഇങ്ങനെ പോകുമ്പോ നമുക്ക് തോന്നി പക്ഷെ പൈസ ഉണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നിപ്പോകും. ഇതൊക്കെ ദുനിയാവിലെ ഓരോ സാധനങ്ങളാണ്, ഇതൊന്നും ശാശ്വതം. പിന്നെ നമുക്ക് കുറച്ച് അധികാരം ഉണ്ടെങ്കിൽ, സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റപ്പ് ആകുമെന്ന് വിചാരിക്കും. അധികാരം കിട്ടിയിട്ടെന്താ കാര്യം, അതും കയ്യിൽ നിന്ന് പോകില്ല. കുറച്ച് എല്ലാം ദുനിയാവിലുള്ള എല്ലാം നശിക്കുന്നത്. എല്ലാം നശിക്കും. പരലോകത്ത് ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ടവന്റെ ആദ്യത്തെ വിലാപം എന്റെ ഒരുപാട് പണം ഉണ്ടായിരുന്നു, എന്റെ പണം കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായില്ലല്ലോ. പരലോകത്ത് ഇത്ര പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇവിടുന്ന് പോകുമ്പോ ആരെങ്കിലും പൈസ കൊണ്ട് പോയോ? ഇല്ല. പിന്നെന്തിനാണ് ഈ ഹറാമ് സമ്പാദിക്കുന്നത്? പിന്നെന്തിനാണ് പണത്തിന് വേണ്ടി കളവ് പറയുന്നത്? പിന്നെ എന്തിനാണ് പണത്തിന്റെ തെറ്റായ രൂപത്തിലുള്ള സമ്പാദ്യ മേഖല തെരഞ്ഞെടുക്കുന്നത്? അതുകൊണ്ട് പണം ഒരു മനുഷ്യന് നാളെ പരലോകത്ത് വെച്ച് അവൻ വിലപിച്ചു പറയാണ്, എന്റെ പണം കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായില്ല. അടുത്തത് എന്റെ അധികാരങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. വാർഡ് മെമ്പറായിരുന്നു, പഞ്ചായത്തിന് സ്ഥാനമുണ്ട്, എംപിന് പരിചയമുണ്ട്, മന്ത്രിയായിട്ട് ഒരുപാടുണ്ട്. എന്താ കാര്യം? എന്റെ അധികാരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ട് അവനെ പിടിച്ചിട്ട് പിടിച്ച് കൈകാലുകൾ കൂട്ടി കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചു. ഈ വിചാരണ നാള് പരലോകത്ത് മനുഷ്യന്റെ മുഴുവൻ കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം. ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അനുഭവിക്കേണ്ടി വരുന്നൊരു ദിവസം വരാനുണ്ട്. ഇങ്ങനെ ഓർമ്മ ഉണ്ടായാൽ മതി. ഈ രണ്ടായത്ത് മതി നമ്മൾ നന്നാവാൻ. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. നല്ലതുണ്ടോ അയാൾ നല്ലത് അനുഭവിക്കും. ഇവിടുന്ന് കിട്ടിയെങ്കിൽ ഷറുണ്ടോ ദുനിയാവിലും വിഷമവും ടെൻഷനും സങ്കടമായിരിക്കും, പരലോകത്ത് ചെന്നാലും നിന്ദിതയായിരിക്കും. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ വിചാരണയെല്ലാം കഴിഞ്ഞ് കഠിനമായ മഹ്ശറിന്റെ വിവിധങ്ങളായ രംഗങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുന്ന രംഗങ്ങൾ വായിച്ചു നോക്കണം നമ്മൾ.
ഓരോ ഭാഗങ്ങളിൽ ചില പ്രയോഗങ്ങളൊക്കെ ഇങ്ങനെ അതിന്റെ ചിലർക്ക് ലളിതമായ എളുപ്പമുള്ള വിചാരണയുണ്ടായിരിക്കും, ചിലർക്ക് ശക്തമായ കഠിനമായ വിചാരണകൾ നേരിടും. ഓരോരുത്തരും ചെയ്തു കൂട്ടിയതിനനുസരിച്ചുകൊണ്ട് അവർ അവിടെ വെച്ച് അത് ഏറ്റുപയോഗിക്കുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ മാറ്റും. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ആരാണോ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവർ വിജയിച്ചിരിക്കുന്നു. ഈ വിജയത്തിനാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഈ വിജയം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു സദസ്സ് പോലും നമ്മൾ ഈ ഒരു നന്മക്ക് വേണ്ടി കിട്ടാൻ. ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞാനും എന്റെ കുട്ടിന്റെ ഭർത്താവിന്റെ ഭാര്യന്റെ പെങ്ങളും എല്ലാവരും രക്ഷപ്പെടുന്നു. ഞങ്ങളൊക്കെ സ്വർഗത്തിലെത്തണം. ഈ തീമായിരിക്കണം, ഈ ലക്ഷ്യമായിരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ലാസ്സിന് വരുമ്പോ നമ്മൾ ഭാര്യനെ വിളിക്കും. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിനെ എങ്ങനെങ്കിലും വലിച്ചിട്ട് കൊണ്ടുവരും. നമ്മുടെ മക്കളെ നമ്മൾ കൂട്ടിപ്പിടിക്കും. മോനെ, ഞാൻ ഇവിടെ 10ാം ക്ലാസ്സിൽ, +2, ഡിഗ്രിക്ക്, IAS ഇതൊന്നല്ല എന്റെ സ്വപ്നം. അതൊക്കെ എന്റെ വഴിക്ക് നടക്കും. എന്റെ സ്വപ്നം ഞാനും നീയും ഉമ്മയും ബാപ്പയും അടങ്ങുന്ന ഈ കൊച്ചു കുടുംബം നാളെ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടാനാണ്. അങ്ങനെ ആരവിടെ ചെയ്യപ്പെടുന്നത്? അങ്ങനത്തെ ഒരു വിജയകരമായ ലക്ഷ്യത്തിലേക്ക് ആരാ ഇന്ന് സമൂഹത്തിൽ എത്തിപ്പെടുന്നത്? ഈ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിപ്പെട്ട അവൻ വിജയിച്ചു. അതുകൊണ്ട് ഖുർആൻ ആദ്യം വെല്ലുവിളിച്ചല്ലെങ്കിൽ ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുന്നത് മനുഷ്യരെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അതുകൊണ്ടാണ് ഈ മക്കയിൽ ഇറങ്ങിയ ഖുർആനിന്റെ ആയത്തിൽ കാണാൻ സാധിക്കും, നബി ഇങ്ങനെ യായുഹൽ മുസമ്മിൽ കഴിഞ്ഞ് യായുഹൽ മുദ്ദസ്സിറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അൻദിർ അശീറതകൽ അഖറബീൻ, നബിയേ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് താക്കീത് ചെയ്യുക. അവിടുന്ന് തുടങ്ങി നമ്മുടെ എന്ത് പരിപാടി പോട്ടെ, ഞാൻ ആദ്യം ഇരുന്ന് ചിന്തിക്കേണ്ടത് എന്റെ കാര്യമാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് ആ കുടുംബം എന്ന ചിന്ത വരുമ്പോഴാണ് നമ്മൾ അവരിലെ ശരികളെയും തിന്മകളെയും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും അത് പറഞ്ഞു കൊടുക്കാനും തിരുത്താനും സ്നേഹിക്കാനും നമുക്ക് കഴിയുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പാനെ അങ്ങേയറ്റം സ്നേഹിച്ചു. പക്ഷേ അപ്പാ, നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ഒഴിവാക്കണം. എന്തിനാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യനെ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യനെ സ്നേഹത്തോടെ 100 തവണ വിളിച്ചു, നിങ്ങൾ തൗഹീദ് സ്വീകരിച്ചു. എന്തിനാ? അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട മകനെ കപ്പലിൽ കയറുന്നതിന് മുമ്പ് വിളിച്ചു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, ഞങ്ങളുടെ കൂടെ കപ്പലിലേക്ക് കയറി വാ മോനെ, വലാ തകും മഅൽ കാഫിരീൻ, ആ മോശപ്പെട്ട കാഫിരീങ്ങളിലേക്ക് നീ പോകല്ലേ മോനെ. അപ്പൊ മകൻ അന്നത്തെ ന്യൂ ജനറേഷനാണ്. ഓൻ പറഞ്ഞു, വാപ്പാന്റെ തൗഹീദും കപ്പലിലേക്ക് പോയാൽ മതി, ഞാൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടു. ഏത് ഒരു വലിയ പ്രളയം വരുന്ന സമയത്ത് വാപ്പ പറയുന്നു. മുന്നോട്ട് പോണില്ല, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു വലിയ ലോകത്ത്, ഒരു പരലോകത്ത് നമ്മളൊക്കെ വരും. അന്ന് വാപ്പയില്ല, ഉമ്മയില്ല, ആരും നമ്മളെ നോക്കൂല. നമ്മളാരും വാപ്പാനും ഭാര്യയും പറ്റുള്ളൂ, ആരും നോക്കൂല. അന്ന് മനുഷ്യന്റെ മുമ്പിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആവശ്യം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മളെ ഏറെ ചുംബിച്ച താലാട്ടുപാട്ടുപാടി ഉറക്കിയ, അവർക്ക് വേണ്ടി ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ ഒഴിച്ചു വെച്ച വാപ്പിയമ്മി ആഗ്രഹിച്ചു പോകണം. പിന്നെ രാവിലെ കടച്ചിറക്കൂല, പള്ളിക്ക് പറഞ്ഞേക്കും. വീടിന് തീ പിടിക്കുമ്പോ നമ്മൾ വീട്ടുകാരെല്ലാരും നമ്മളെ കുട്ടിയോടെ കടന്നോട്ടെ എന്ന് പറയോ? ഇല്ല.
നമ്മൾ നരകത്തിനവരെ രക്ഷപ്പെടുത്താനുള്ള പണിയാണ്. ആളിക്കത്തുന്ന തീ 69 ഇരട്ടി ചൂടാണ് നരകത്തിന്, ദുനിയാവിന്റെ ചൂട്. പ്രിയപ്പെട്ട ഭർത്താവിന് നരകം കിട്ടാൻ സാധ്യതയുള്ള എന്തൊക്കെ മേഖലയുണ്ടോ ഒക്കെ ഭാര്യ തടുക്കാൻ പോകും. എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ അടുത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ എനിക്ക് പേടിയാവുണ്ട്, ഇങ്ങനൊക്കെ സംഭവിച്ചത് ഭയങ്കര പ്രശ്നമല്ലേ? പ്രശ്നമാണെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടോ, മിണ്ടാതിരിക്കരുത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാണ്, നബിയേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നു, ഒരുപാട് നേരം സുജൂദിൽ കിടന്ന് വല്ലാതെ മനോവിഷമത്താൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു? നബിതങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിചാരണ പേടിയുണ്ട്. മന്നോകിശൽ ഹിസാബ് യാ ആയിഷ യൗമഇദിൻ ഹലക്. അല്ലാഹു ഒരാളെ തലകീഴി പരിശോധിച്ച് വിചാരണ ചെയ്താൽ അവൻ നശിച്ചതാണ്, അവന് നരകമാണ്. എനിക്ക് പേടിയാകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുകയാണ്, വലഖദ് ജഅതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. മനുഷ്യൻ ആദ്യം ഈ ലോകത്തേക്ക് ഒറ്റയ്ക്ക് വന്ന പോലെ നാളെ പരലോകത്തേക്ക് ഒറ്റയ്ക്ക് മടങ്ങി വരുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒറ്റയ്ക്ക് നോക്കണം, ഓരോ ദിവസവും നേരിടണം എന്നർത്ഥം. എല്ലാം നോക്കി കണ്ടിരിക്കുന്ന ഒരു പടച്ചോനുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. പതിസ്ഥാനത്തിരുന്ന് മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരു പടച്ചോനുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. വീട്ടിൽ ചുമരിൽ എഴുതി ഒട്ടിച്ചോ, നമ്മുടെ മക്കൾക്ക് അയച്ചു കൊടുത്തു ഈ മെസ്സേജ്. ഖുർആൻ പറയുകയാണ്, നിനക്ക് ജനങ്ങളെക്കന്ന് മറച്ചു പിടിക്കാം, ജനങ്ങളെക്കന്ന് ഒളിപ്പിച്ചു വെക്കാം, പാസ്വേഡ് വെക്കാം, രഹസ്യമാക്കി വെക്കാം. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയൂല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമുക്ക് തോന്നാണ് ഓൾ അറിയില്ല, ഓളത് അറിയും, അവൾക്കത് മനസ്സിലാക്കാൻ പടച്ചവനോരെ വാങ്ങിട്ട് കൊടുക്കും. പ്രിയപ്പെട്ട ഭാര്യമാരെ, പ്രിയപ്പെട്ട പെൺമക്കളെ, നമ്മൾ ചെയ്യുന്ന പലതും അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സത്യവും ഗർഭവും പുറത്തു വരും. അതാരും പഠിച്ചിട്ട് കാര്യമില്ല. ശ്രദ്ധിച്ചോളൂ സൂക്ഷിച്ചു. ഇവിടെ വന്നില്ലെങ്കിൽ പരലോകത്ത് പുറത്തു വരുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നേ ദിവസം മാളി കത്തുന്ന നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ സ്വർഗ്ഗം നിഷിദ്ധമായി, അയാൾ നരകാവകാശിയായി മാറുന്നതാണ്. കുടുംബക്കാര് ശിർക്കിന്റെ വക്താക്കളാണ്. അല്ലാഹു അല്ലാത്ത കേന്ദ്രങ്ങളെ സമീപിക്കുന്ന വ്യക്തികളെ ആരാധിക്കുന്ന പൂജിക്കുന്ന സ്വഭാവമുണ്ടോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ? അല്ലാഹു അല്ലാത്തവരെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന പണി നടക്കുന്നുണ്ടോ? അവൻ എത്ര വലിയവനാണെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം നിഷിദ്ധമാണ്, അവൻ നരകാവകാശിയാണ്. ശ്രദ്ധിച്ചോളൂ, ശിർക്കിന്റെ ഒരു ഇനവും നമ്മിൽ വരരുത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ നദീം. ലുഖ്മാനുൽ ഹകീം തന്റെ മകനെ വിളിച്ചു ചോദിച്ചു, അമ്പിയാക്കന്മാർ മക്കളെ വിളിച്ചു ചോദിച്ചു. പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിനെ വിളിച്ചു. നബിതങ്ങൾ പറഞ്ഞു, യാ ഫാത്തിമ അൻകിദീ നഫ്സകി മിനന്നാർ. തങ്ങളെ ഓളാണ്, തങ്ങളെ കുടുംബത്തോ. യാ ഫാത്തിമ, ഫാത്തിമ അൻകിദീ നഫ്സകി മിനന്നാർ. നീ നിന്റെ തടിയ നരകത്തുനിന്ന് കാത്തോളണം. നാളെ ഞാൻ നബിയല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെയുണ്ട്. വാപ്പസ് കെട്ടോണ്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി വാപ്പസ് കെട്ടോണ്ട് കുട്ടികളൊന്നാവും ചെയ്യണ്ട. ഇതെല്ലാവർക്കും അവനവന്റെ റോള് ചെയ്യാനുണ്ട്. രണ്ടാമത് നരകത്തിൽ ഏറ്റവും അധികം പ്രവേശിക്കാനുള്ള ഗൗരവമായ തെറ്റാണ് ബിദ്അത്ത് ചെയ്യുന്നവർ. കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. ദീനിലില്ലാത്ത ദിക്ർ, ദീനിലില്ലാത്ത നിസ്കാരം, ദീനിലില്ലാത്ത പ്രവാചക സ്നേഹം, ദീന് പഠിപ്പിക്കാത്ത മതപരമായ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടോ അവർ ബിദ്അത്ത് ചെയ്തു കൂട്ടുന്നവരാണ്, നരകാവകാശികളാണ്. നമ്മളെ വാക്കല്ല, ഹദീസിൽ പറഞ്ഞ വാക്കാണ്. നമ്മളാരും സുബഹ് നമസ്കരിക്കുമ്പോ 3 റക്അത്ത് നമസ്കരിക്കാറില്ല. കാരണം നബി 2 പഠിപ്പിച്ചു, നമ്മൾ 2 ചെയ്യുന്നു.
നബിയും സ്വഹാബത്തും ജന്മദിനം പഠിപ്പിച്ചിട്ടില്ല. നബിയും സ്വഹാബത്തും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്ത് ആരും 300 കൊല്ലക്കാലം ജീവിച്ച ഉത്തമ തലമുറയിലെ ഒരു വ്യക്തിക്ക് പോലും പരിചയമില്ല. അവരത് ബിദ്അത്തായിട്ടാണ് കാണുന്നത്. എന്തിനേറെ ഇന്നും ആ റബീഉൽ ഖുത്ബ നടത്തുന്ന പള്ളിയിൽ റബീഉൽ അവ്വൽ 1-ാമത്തെ ആഴ്ച, 2-ാമത്തെ ആഴ്ച, 3-ാമത്തെ ആഴ്ച ഖുത്ബയിൽ പറയുന്നത് വഫാത്തുൻ നബി, നബിന്റെ വഫാത്ത് ആണ് വിഷയം. പണ്ട് നബിദിനം എന്നൊക്കെ പറയുമ്പോൾ ഒരു റാലിയും ഒരു മിഠായിയൊക്കെ തീർന്നിരുന്നു. ഇപ്പൊ നമ്മുടെ കോളേജിലെ കുട്ടികൾ കൊണ്ടുമാര് DJ പാർട്ടീസ് വാട്ടും പരിപാടി നബിദിനത്തിൽ നടക്കുന്നത്. തുള്ളിച്ചവരാണ്, പാട്ടിട്ട് തുള്ളിച്ചവരാണ്. എവിടേക്ക് എത്തിയെന്ന് ആലോചിക്കുന്നത്? ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വിലവെക്കുക. ഇത് ചെയ്യാത്തവരൊക്കെ മഹാപാപിയാണെന്ന് പറഞ്ഞു നടക്കുന്നത്. ഇതിന്റെ അന്യായം എത്രത്തോളം വെച്ചാൽ ഒരു സ്ഥലത്ത് നബിദിനാഘോഷത്തിന് ഭക്ഷണം വിളമ്പുന്നിടത്ത് അടിയോട് അടിയില്ല. സ്നേഹം കൊണ്ടേ അടിച്ചിട്ട് പമ്പര 2 ടീം തമ്മിലുണ്ടായ അടി. കോലം മാറിയിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ കാണിച്ചു കൂട്ടിയതുപോലെ അവര് ആ ക്രിസ്മസ് അങ്ങ് വരുമ്പോ നക്ഷത്രം ഇങ്ങനെ കെട്ടിത്തുണക്കി. നമ്മുടെ നാട്ടിലെ റബീഉൽ അവര് വന്നപ്പോ ബൾബ് വന്നു, മീലാദ് ബൾബുകൾ ചോട്ടഞ്ഞ് വരും. ഇതെല്ലാവരും വീടിന്റെ മുമ്പിൽ കെട്ടിത്തുക. ബാംഗ്ലൂരില് അവർ ഈസാ നബിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഉണ്ണിയേശുവിനെ ഉണ്ടാക്കി. ഉണ്ണിയേശു ഒരു പുൽക്കൂട്ടിനുള്ളിൽ ബാംഗ്ലൂരിലെ മുസ്ലിങ്ങളൊക്കെ പോലെ നബിദിന ഘോഷയാത്രക്ക് ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി. ഇതെന്റെ ഇത് ഇസ്ലാമിലില്ലാത്തതാണ്. തോന്നിയതൊക്കെ ചെയ്യും. മുദ്രാവാക്യം വിളിച്ചു AP മുഹമ്മദ് സിന്ദാബാദ്. ഷോർട്ട് ഫോം ആണ്. AP എന്ന് പറഞ്ഞ അന്ത്യപ്രവാചകൻ മുഹമ്മദ് സിന്ദാബാദ്. എന്ത് പാടും, എന്തൊക്കെയാ പാടുന്നത്? നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. എന്തൊരു സലാം അല്ലേ തോന്നും. അസ്സലാമു അലൈക യാ മാഹിദ്നൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസം മാറ്റിത്തരുന്ന നബിയേ, പാപങ്ങൾ പൊറുത്തു തരുന്ന നബിയേ, നിങ്ങൾക്ക് സലാം. നബിയാണ് പാപം പൊറുത്തുന്നത്, നബിയാണ് നമ്മുടെ പ്രയാസം മാറ്റിത്തരുന്നത്. ഇതിനാണ് നമ്മൾ പായസം കൊടുക്കുന്നത്, ഇതിനാ പൈസ കൊടുക്കുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ബിദ്അത്ത് ചെയ്യുന്ന ഭാര്യ ഭർത്താവ് സൂക്ഷിച്ചോ, നരകത്തിന് വിറകാണ്. പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് നരകത്തെ കൊണ്ടുവരും. ദീനിലില്ലാത്ത ഒരു ഇബാദത്താക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മതില് പൊളിച്ചിട്ട് ഇവിടെ കോൺക്രീറ്റ് ആക്കണോ സാധാ സ്ലാബ് ആക്കണോ മരത്തിന്റെ ആക്കണോ, അത് നമുക്ക് തീരുമാനിക്കുക. നമ്മളെ ദുനിയാവിലെ കാര്യം. എന്റെ കാറ് മാറ്റിയിട്ട് വേറെ കാർ എടുക്കണോ, ഞാൻ ബൈക്ക് മാറ്റി കാർ, ദുനിയാവിലെ കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കാം. ഈ സ്വലാത്ത് മാറ്റിയിട്ട് വേറെ സ്വലാത്ത് വേണമെന്ന് പറഞ്ഞാലോ അത് കളി വേറെ, അത് പറ്റില്ല. നമുക്ക് ഇബ്രാഹിം ഈ സ്വലാത്ത് പഠിപ്പിച്ചത് ദീനിലുള്ളതാണ്. അത് സ്വലാത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല നബി. കെഞ്ചുല്ലാശ പഠിപ്പിച്ചു തന്നിട്ടില്ല. നബിനെ സ്വപ്നം കാണാൻ സ്വലാത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ ദീനിൽ ഇല്ലാത്ത കുറെ ചെല്ലാം. എന്നിട്ട് അതിൽ ഓരോരുത്തരെ കൊണ്ടുവരിക. അവര് ചാനൽ തുടങ്ങാൻ ഗൂഗിൾ പേ വെച്ചിട്ട് രാവിലെ തുടങ്ങും 10,000-20,000 ആൾക്കാർക്ക് സ്വലാത്ത്. ഏതാ അവരുണ്ടാക്കിയ സ്വലാത്ത്. പിന്നെ കഥകളും കറാമത്തുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവിച്ചു. മടവൂർ കാഫിലാണ് എന്തൊക്കെ കറാമത്ത് പറഞ്ഞത്. അവിടെ മരിച്ചോടെ ജീവിപ്പിച്ചു, ഇവിടെ അത്തോടെ കുട്ടിയില്ലാത്തവർക്ക് കുട്ടിനെ. മടവൂർ ഷെയ്ഖിന് കുട്ടിയില്ല, എന്നിട്ട് കുട്ടിയില്ലാത്തവർക്ക് മൂപ്പര് കുട്ടിനെ കൊടുക്കുന്നു. മൂപ്പർക്ക് ഒരെണ്ണല്ല. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുക. എന്നിട്ട് മടവൂർ കാഫിലക്കാരന്റെ കഥ പറഞ്ഞ് അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാൻ സമയത്ത് രക്തം വാർന്നിട്ട് വീട്ടിൽ കിടക്കുമ്പോ ആ സ്വന്തം ഭാര്യനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരില്ല. ക്രൂരമായ പെൺകുട്ടി മരണപ്പെട്ടു. അയാളെ പിടിച്ച് പോലീസത്ത് കൊണ്ടുവരില്ലേ. ഓരോ തൊലീക്കത്തും പറഞ്ഞ് ഓരോ കഥകളും കേട്ട് മനുഷ്യന്മാരുടെ ജീവിതം. ഞാൻ ജോലി ചെയ്യുന്ന കോളേജിന്റെ അപ്പുറത്ത് സ്റ്റോപ്പില് 1 മാസത്തിലേറെയായിട്ട് ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ മറവ് ചെയ്തില്ല. 1 മാസം കഴിഞ്ഞിട്ട് കട്ടിലുമണി കിടത്തി. നിങ്ങൾ എന്റെ കൂടെ പോരി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തള്ളാണ് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പോരി. ടിക്കറ്റും പൈസ ഒക്കെ ഞാൻ എടുത്തോളാം. 1 മാസം കഴിഞ്ഞിട്ടും മണം വന്നപ്പോ വരും. അവിടെ പുകയൊക്കെ ഉണ്ടാക്കിയിട്ട് ചന്ദനത്തിന് കത്തിച്ച് ഇങ്ങനെ വെച്ചു. മണം ഒതുങ്ങുന്നില്ല. അയൽവാസികൾക്ക് സംശയം ചെന്ന് കയറി ചെന്നപ്പോ
ഈ പെണ്ണ് പറഞ്ഞു, മറവിയാൻ പറ്റില്ല, എന്റെ മൂപ്പർ ഇപ്പൊ ജീവിക്കും. ആരെ പറഞ്ഞിട്ടുണ്ട്? ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടും മയ്യത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ കൗമിൽ അവർക്കത് എത്തിക്കുന്നത് ബിദ്അത്തായ ശിർക്കായ ഖുറാഫാത്തുകളുടെ വക്താക്കളായാല് ദുനിയാവിൽ നമ്മുടെ പൈസയും പോയി, ഈമാനും പോയി. ശ്രദ്ധിച്ചു പഠിക്കണം. 3 പാപങ്ങളായ സകല ഹറാമുകളും മഹാപാപങ്ങളും നമ്മളെ നരകത്തിൽ പലിശണ്ടോ അഖില റിബാ. ആദ്യത്തെ 2 കാര്യം പറഞ്ഞപ്പോ കുറെ ആൾക്കാർക്ക് സമാധാനം. ഞാൻ രക്ഷപ്പെട്ടു, ഇതൊന്നും ഞാൻ എന്തായാലും കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യൂല. എന്റെ വീട് എവിടെയാണ്? ലോണിലാണ്. ഇതിൽ പെട്ടത് 3ാമത്തെ ലിസ്റ്റിൽ നമ്മളുണ്ട്. ആഖില റിബാ. മകളെ പഠിപ്പിച്ചത് എവിടെയായിരുന്നു? പലിശ. കല്യാണം എവിടെ കഴിച്ചത്? അത് കുറച്ച് പൈസ ഷോർട്ടായപ്പോഴേ കളിച്ച ബ്ലേഡറിന്റെ. എന്നിട്ട് ഇല്ലാത്ത മോഹങ്ങൾ, സ്വപ്നങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവിടെ നിന്നും ഇവിടെ നിന്നുമായി പണം സ്വരൂപിച്ച് വലിയ കൊട്ടാരം ഉണ്ടാക്കി. 6, 7, 10 മാസം കഴിഞ്ഞപ്പോ ജപ്തി ഭീഷണി വന്നു. ആ വീട് വിറ്റു, ലോൺ അടച്ചു. എന്തിനാണ് ജീവിക്കുന്നത്? പലിശ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവൻ നാശത്തിലാണ്, നരകത്തിലാണ്. സ്ത്രീകളെ കുറിച്ച് മോശമായ പ്രവർത്തനങ്ങൾ പറയുന്ന അപവാദം പ്രചരിപ്പിക്കുന്നവൻ 7 മഹാപാപങ്ങളുള്ള കാര്യമാണ്. അനാഥയുടെ സ്വത്ത് ഭജിച്ച് ജീവിക്കുന്നവൻ ഹറാമിന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ 10 പാപങ്ങൾ എണ്ണിയപ്പോ അതിന്റെ കൂട്ടത്തിൽ എണ്ണിയതാണ്. മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിക്കുന്നവൻ 10 മഹാപാപങ്ങളിൽ 1 ചെയ്തവനാണ്. അത് കുട്ടികളെന്താ വിചാരിച്ച് ഉമ്മ വാപ്പേതുകൊണ്ട് എന്തും ആവാ, എങ്ങനെയാവാ, എന്തും പറയാ. ഉമ്മയോട് ഉപ്പയോടുള്ള നല്ല പെരുമാറ്റം നരകത്തിന് കാരണമാണ്. 10 പാപങ്ങൾ എണ്ണിയപ്പോ അവിടുത്തെ ഗംഭീരം വേണ്ടിക്കാറുണ്ട്. സിന, വ്യഭിചാരം എണ്ണിയിട്ടുണ്ട്, അഭിഹിതങ്ങൾ. എത്ര കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നറിയോ? വിവാഹം കഴിഞ്ഞ പുതിയ ആളുകൾ, ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഭാര്യയുടെ ഭർത്താവിന്റെ തെറ്റായ ഈ നിലക്കുള്ള കണക്ഷനുകൾ കാരണം കൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയ കല്യാണങ്ങൾ അബദ്ധത്തിലായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാഴ്ച പോന്നുകൊണ്ടിരിക്കുക. മദ്യപാനത്തിന്റെ ലഹരിയുടെ വക്താക്കളുണ്ടോ? അവരെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ പെട്ടു. അതുകൊണ്ട് നരകത്തെ നമ്മൾ സൂക്ഷിക്കാൻ കൃത്യമായി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു ഭാഗം കാണാൻ സാധിക്കും. സഖർ എന്ന് പറയുന്ന ആഴമേറിയ നരകത്തിൽ ഒരു കൂട്ടം ആളുകൾ കിടക്കുന്ന കണ്ടപ്പോ സ്വർഗ്ഗക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ സഖറിൽ വന്നുപെട്ടത്? അവർ പറയും, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. ഈ സദസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും നിസ്കരിക്കാനൊരു മടി ഉണ്ടെങ്കിൽ ഒരു ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ വിചാരണ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. പുരുഷന്മാര് പള്ളി പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കും. ഇന്നിപ്പോ പരിപാടിയുള്ളതുകൊണ്ട് പള്ളിക്ക് വന്നതായിരിക്കും. അത് അങ്ങനെയല്ല. നമ്മൾ പള്ളി പോയിട്ടേ നമുക്ക് കച്ചവടം പോകാം, പള്ളി പോയിട്ടേ കല്യാണം ഉള്ളൂ. പുരുഷന്മാർക്കും വാജിബാണ് പള്ളി പോയി ചെയ്യും. നിങ്ങളെ ഭർത്താവിന് നിങ്ങൾക്ക് പറ്റിയ ചാൻസാണ് വീട്ടിൽ നിന്ന് പുറത്താക്കാം. പള്ളി ബാങ്ക് കൊടുത്താൽ മുതൽ പുറത്താക്കാം. പള്ളി പോയിട്ട് നിസ്കരിച്ചിട്ട് വന്നാൽ ഇന്നത്തെ മതി കൂടിയാൽ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യനായിട്ട് ചാൻസ് തല്ലാൻ ഒറ്റ ചാൻസ് ഉള്ളു. കുടിയിൽ വീട്ടിൽ വന്ന് നേരെ നിസ്കരിച്ചു വന്നിട്ട് നിസ്കരിച്ചിട്ടില്ല, അപ്പോ മാക്സിക്ക് ഇട്ടിട്ട് നിസ്കാരം അത് കുറെ സമയം ഉണ്ടല്ലോ. ആയിട്ടില്ല മോളെ, ഫസ്റ്റ് നിസ്കാരം. അത് കഴിഞ്ഞിട്ട് ഒരു വൃത്തിയായ അവസ്ഥയിലാണോ എല്ലാം കഴിഞ്ഞിട്ടെല്ലാം നിസ്കരിക്കുന്നത്. ഞങ്ങൾ നിസ്കരിക്കാത്ത പ്രശ്നം കൊണ്ടാണ് നരകത്തിലെത്തിയത്. അടുത്ത കാരണം എന്തറിയോ? സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൂലായിരുന്നു. ആപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കൂല. ഞാൻ പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. നമുക്കൊരു ടീമുണ്ട്, അവർക്ക് കൊടുത്താൽ ആ വസ്ത്രം കൊടുത്താൽ അവർ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക. അടുത്ത ആഴ്ച ക്ലാസ്സിന് പോയപ്പോ രാവിലെ തന്നെ കെട്ടുകണക്കിന് ഡ്രസ്സോണ്ട ഓരോരുത്തർ വന്നു. അതായത് അവർ ഒരു തവണ ഉപയോഗിച്ച് അല്ലെങ്കിൽ 2 തവണ ഉപയോഗിച്ച് സൈഡ് ഫിറ്റ് ആവാത്തത്, ബട്ടൺ സൈഡ് ആവാത്തത്, അല്ലെങ്കിൽ എനിക്ക് കളറ് ശരിയായില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ. പുതിയ സാധനങ്ങൾ അൽമറയിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കും. ഒരു ക്ലാസ്സിലെ ആൾക്കാർ 10-25 ആൾക്കാർ കൂടുന്നപ്പോ തന്നെ ഉണ്ട് ഒരു ചെറിയ വാഹനം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ നമുക്ക് മടി വരുന്നുണ്ടോ? നമ്മുടെ ഈ കൂട്ടത്തിൽ പെടും. അടുത്തത് നാട്ടിൽ നടക്കുന്ന സകല തിന്മകളിലും ഞങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടിൽ എന്തൊക്കെ അറിഞ്ഞുണ്ടോ അതിലൊക്കെ ഞങ്ങൾ പോകും.
അവിടെ നേർച്ചയാണെങ്കിൽ ഇവിടെ പൂരാണെങ്കിൽ അതിലുണ്ട്. എല്ലാവരും ബർത്ത്ഡേ നമ്മൾ ബർത്ത്ഡേ ഉണ്ട്, പിന്നെ സ്റ്റാറ്റസിൽ വെക്കുന്ന കേക്ക് വാരിട്ട് മോതെ കൂടെ ഫിറ്റ് ചെയ്യുന്നു, മൂക്ക് കൂടെ അടിച്ച് കയറ്റുന്നു. എന്താ എല്ലാവരും ചെയ്യേണ്ടത്? വെഡിങ് ആനിവേഴ്സറി നേരത്തെ പറഞ്ഞ പോലെ 50, 60, 40 വെഡിങ് ആനിവേഴ്സറി എന്തിന് സുന്നത്ത് കല്യാണം വരെ ആഘോഷങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ട് ശരിയാവും. കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാവും. കാസർഗോഡിൽ തുടങ്ങി, അവിടെ നിന്ന് പോലും കണ്ടു, പിന്നെ ഇവിടെ കോഴിക്കോട്ട് ഇപ്പൊ വേറെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. കുട്ടിക്ക് പ്രായപൂർത്തിയായതിന്റെ കല്യാണം തുടങ്ങിയിട്ടുണ്ട്. അവളെ കുളിപ്പിച്ച് നിർത്തി. ആകെ ഈ സംഭവം മറച്ചു വെക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഈ പഹയന്മാർക്ക് അന്തല്ലാത്തോണ്ട് എന്തുണ്ടാക്കാലോ, ചടങ്ങുണ്ടാക്കുന്നവർക്ക് എന്തുണ്ടാക്കാലോ. എന്നിട്ട് ഓളെങ്ങനെ ലെവലാക്കി നിർത്തി വെച്ചിട്ട് എല്ലാവരും പറയുന്നത് ഫോട്ടോ എടുത്ത് നോക്കും, മുട്ടായിക്കുന്ന കൊടുക്കുന്നത്. എന്താ അത് കുട്ടി വലുതേക്കുന്നുട്ടോ. ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിന്റെ താഴത്തെ സ്കൂളിൽ ഇപ്പൊ കുട്ടി മാത്രം യൂണിഫോം ഇടാതെ പോകുന്നത് 5ാം ക്ലാസ്സിലെ പോകും. മാഷോട് ഈ കുട്ടി ഉണ്ടോ? അതെ, ഓളുമ്മ കുറച്ച് മിഠായി ഇതിന്റെ ഡ്രസ്സൊക്കെ ലഭിച്ച് പറഞ്ഞയച്ചു പോകുന്നത് ഓട് വലുതേക്കുമെന്ന് പറയും. ഇത് ക്ലാസ്സിൽ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് മിഠായിക്ക് കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വിട്ടു, യൂണിഫോമൊക്കെ മാറ്റിയിട്ട്. എവിടുന്ന നമുക്കിത് കിട്ടുന്നത്? ആരെ നമ്മളെ പഠിപ്പിക്കുന്നത്? ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? നാട്ടിൽ നടക്കുന്ന സകല തോന്നിവാസങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. ഒരു പരലോകമുണ്ട് എന്നുള്ളത് ഞങ്ങൾ നിഷേധിച്ച് ജീവിച്ചിരുന്നു. അങ്ങനെ പരലോകമുണ്ടോ? ഞങ്ങൾക്ക് ബോധം വരുന്ന പരലോകത്ത് എത്തുന്നത് വരെ ഞങ്ങൾ ഇത് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തുന്നത്. നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിച്ചതെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞ സ്ത്രീകളെ, യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന, നന്നായി സ്വതക്ക ചെയ്തോളിക്കുക സ്ത്രീകളെ. ഫഇന്നി റഅയ്തുകുന്ന അക്സറ വഹ്ലിഹൻ നിസാ, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളെ. സ്വഹാബത്തിന് വിഷമത്തോടെ വനിതകൾ നീച്ച് ചോദിച്ചു, നബിയെ എന്തുകൊണ്ടാണ് നബിയെ? ഭർത്താവിനോടുള്ള നന്ദികേട്, ശാപവാക്ക് അധികരിക്കുന്നത് കൊണ്ട്. എത്ര നന്മ ചെയ്താലും മുണ്ടൂല, നന്ദികേട് മാത്രം. നിങ്ങൾ തന്നില്ല, ചെയ്തില്ല, പറഞ്ഞില്ല എന്ന് മാത്രം പറയുന്ന സ്വഭാവം. അതുകൊണ്ടാണ് പെണ്ണ് നരകത്തിലെത്താനുള്ള കാരണം. ശാപവാക്കുകൾ അധികരിപ്പിക്കൊന്നും നന്നാവൂല, എന്നോട് പറഞ്ഞ കാര്യമില്ല, മോശപ്പെട്ടവനാണ്, ഇങ്ങനെ എന്തിനെ ശപിക്കുന്ന പ്രകൃതമുണ്ടോ? നരകത്തിന്റെ ഏറ്റവും കൂടുതൽ കാണുന്ന 2 വിഭാഗത്തിൽ ഇനി ഒരു വിഭാഗം ജനങ്ങളെ ചാട്ടമാറ് കൊണ്ട് ഉപദ്രവിക്കുന്നവരായിരുന്നു. രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളിൽ നിന്ന് വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രകളായ വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രകളെ പോലെ പാർദ്ധ ധരിച്ചിട്ട് മാറിയിട്ടില്ല. എത്ര സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് ഒറ്റ ഒന്ന് ചുരുക്കിയതുണ്ടാവില്ല, പിന്നൊക്കെ കുത്തി മാറ്റിയിട്ടുണ്ടാവും. ആരാണ് ഇവരെ ഈ നിരക്ക് കയറൂരി വിട്ടുകൊണ്ട്? മദ്രസക്ക് പോകുമ്പോൾ ഫുള്ള് കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുണ്ടാവുള്ളൂ. സ്കൂൾക്ക് പോകുമ്പോൾ ഒന്നുമില്ല, തലയിലില്ല, കയ്യിലില്ല. ഇതൊക്കെ കേവലം ഒരു യൂണിഫോമായിട്ട് മാത്രം കാണുക. കുട്ടി പഠിക്കാണ്, ഇതൊക്കെ മദ്രസയ്ക്ക് ഇടുമ്പോഴുള്ള സാധനമാണ്, ഇത് പള്ളി പോകുമ്പോഴുള്ള സാധനമാണ്. പിന്നെ ചില സ്ത്രീകൾക്കുണ്ട്, ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ വേറെ കുഴപ്പമില്ല, കല്യാണ വീട്ടിൽ പോകുമ്പോൾ നേരെ കുട്ടികൾ പോകും. പാർക്കൊക്കെ പോകുമ്പോൾ വേറെ സ്റ്റൈലിലാണ് പോകുക. അപ്പൊ അതിനനുസരിച്ച് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡ്രസ്സിന് അങ്ങനെയുണ്ട്, വേറെ പഠിച്ചോണ്ടാണ്. നരകത്തിലെത്താനുള്ള വസ്ത്രം എന്താണ്? വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രയായി ശരീരം പ്രദർശിപ്പിക്കുന്ന പെണ്ണാണ്. ചാഞ്ഞും ചെരിഞ്ഞും കുടുങ്ങി നടക്കുന്നവളാണ്. തലമുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ കോഞ്ഞ പോലെ കെട്ടി നടക്കുന്ന പെണ്ണാണ്. ഭർത്താവിനോടുള്ള നന്ദികേടാണ്. എന്തൊരു ഒരു വല്ലാത്ത അവസ്ഥ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജോലി സ്ഥലത്ത് പോയി നോക്കണല്ലോ, അയാൾ അനുഭവിക്കുന്ന സംഘർഷം എത്രയാണ്. നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു തക്കാളി ഇട്ടില്ല, പഞ്ചാര ഇട്ടില്ല, ഗ്യാസ് ചെയ്യും, ഇതൊക്കെ നമ്മുടെ വലിയ വലിയ പരാതിയാണ്. ആ സാധുവിന്റെ ജീവിതം അനുഭവിക്കുന്നവർ ഇന്ത്യക്കാരനോട് തല്ലുകൊള്ളാൻ പോകണം. റോട്ടിൽ കാണുന്ന ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കും, വണ്ടിക്കാർ പല കോലത്ത് ഇങ്ങോട്ട് വരും. ഇതൊക്കെ പ്രശ്നങ്ങളാണ് മനുഷ്യരെ. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് അറ്റാക്ക് സംഭവിക്കുന്നത്. പുരുഷന്മാർക്ക് അറ്റാക്ക് വരാനുള്ള കാരണം ഭാര്യമാരോട്, അല്ലെങ്കിൽ ഇന്ന് എവിടെയും പോയി പറയാനും പറ്റുന്നില്ല, എവിടെയും പോയി കരയാനും പറ്റുന്നില്ല. ആ എല്ലാം കൂടി ഉള്ളിലൊതുക്കിയത് കൊണ്ട് പുരുഷന്മാർ അറ്റാക്ക് വർദ്ധിക്കുന്നു. ഭാര്യമാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക.
ഭർത്താക്കന്മാരെ ഉള്ളു മനസ്സിലാക്കി ഭർത്താക്കന്മാരെ ഭാര്യമാരെ കൃത്യമായിട്ട് അംഗീകരിക്കുക. അവൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. നമ്മുടെ വീടിന്റെ ഏറ്റവും നല്ല അധികാര റോൾ വഹിക്കുന്ന നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ കടമകൾ കൃത്യമാക്കേണ്ടത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവര് ആനന്ദത്തിന്റെ ഒരു ലോകം നമ്മളെ കാത്തിരിക്കുക. ഈ സദസ്സിൽ നമ്മൾ ഇരിക്കാൻ പ്രേരിപ്പിച്ചത് അതായുമാണ്. നമ്മുടെ മാന്യമായ വേഷം ധരിച്ചതിന്റെ മാന്യതയുടെ കാരണം ഈ സ്വർഗമായതാണ്. നമ്മുടെ വീട്ടിലെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ടാണ്. പള്ളിക്ക് വേണ്ടി സുഖത്തെ ചെയ്തവൻ, മദ്രസക്ക് വേണ്ടി സഹായം ചെയ്യുന്നവൻ, രാപ്പകലില്ലാതെ ദഅവത്തിന്റെ മാർഗത്തിലിരിക്കുന്നവൻ, ഒരു മീറ്റിംഗിലിരിക്കുന്നവൻ, ഒരു നന്മയുടെ സദസ്സിൽ വന്നിരിക്കുന്നവൻ, ഒരു രൂപ സുഖത്തെ ചെയ്യുന്നവൻ, ഒരു സത്യത്തിന്റെ ആയത്തുകൾക്കിടയിൽ ഒരു ആയത്തിരുന്ന് ഓടുന്നവന്റെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഇഖ്ലാസോടുകൂടി പടച്ചറബിൽ കബൂലാക്കി എനിക്ക് സ്വർഗം കിട്ടണം എന്ന ലക്ഷ്യമാക്കണം. എന്തുകൊണ്ടാണ് ഉഹദിന്റെ രണഭൂമിയിൽ കല്യാണം കഴിഞ്ഞ് പുതുമണവാളനായ ഒന്നാമത്തെ രാത്രി പുറത്തിറങ്ങി? പറയാമായിരുന്നു ഇന്ന് കല്യാണമല്ലേ നബി, എന്ന് ഏതായാലും ഞാൻ വരുന്നില്ല. പക്ഷെ ഹല്ലല റളിയല്ലാഹു അൻഹു ഭാര്യനോട് പറയുന്നത് എനിക്ക് സ്വർഗത്തിന്റെ മണം അടിച്ച് വീശുന്നു, ഞാൻ പോകാൻ വിധിയുണ്ടെങ്കിൽ കാണാം. ഇറങ്ങി പുറപ്പെട്ട യുദ്ധത്തിലേക്ക് അന്ന് ഒന്നാമത്തെ രാത്രി തന്നെ അവർ ഷഹീദായി. പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് എത്ര സംഭവങ്ങൾ ചേർത്ത് വെക്കാൻ പറ്റും? ഒന്നുമില്ല. വികലാംഗനായ മനുഷ്യനോട് ലളിതങ്ങൾ പുറകെ നിങ്ങൾ ജമോ അദ്ദേഹം ഒന്നാമത്തെ യുദ്ധത്തിൽ കൊണ്ടുപോയില്ല. രണ്ടാമത്തെ അവസരം വന്നപ്പോൾ തിരിച്ചു വന്നു. നബിയെ, നിങ്ങൾ എന്നോട് വേണ്ടാന്ന് പറയരുത്, എന്നെ തടസ്സപ്പെടുത്തരുത്, എനിക്ക് സ്വർഗത്തിന്റെ സുഗന്ധം കൊതിയാക്കുന്ന നബിയെ, വികലാംഗനായ എന്നെ ഈ പേര് പറഞ്ഞ് മുടക്കല്ല നബിയെ കൊണ്ടുപോകുന്നു, യുദ്ധത്തിൽ നയിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികൾ, ഹൈറ്റ് ഇല്ലാത്ത കുട്ടികൾ ഹൈറ്റ് വെച്ചവരായി കാലുകൾ പൊക്കി പിടിച്ചിട്ട് നിങ്ങൾക്ക് ഉയർന്ന നബിയെ, നമ്മൾ എവിടെയാണ്? നമ്മളൊക്കെ എന്ത് സ്വപ്നമാണ് രാത്രി ഉറക്കമൊഴിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഒരു ഹറാമിന്റെ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? വിവാഹത്തിന്റെ തോന്നിയവാസങ്ങൾ കണ്ടപ്പോ ഇത് വേണ്ടാതെ പറയാൻ നമുക്ക് ധൈര്യം തോന്നിയിട്ടുണ്ടോ? സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിൽ നന്മകൾ പറയാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഖുർആൻ പഠിക്കാനുള്ള മജ്‌ലിസിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? സിയാറിക്ക് വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുഴുവൻ മദ്രസയിൽ പഠിക്കാത്ത മുഴുവൻ കുട്ടികളെയും ആ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സിലേക്ക് നമ്മൾ ഇനിയും എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ആദിലാനോറയെ പോലെ എനിക്ക് പുതിയാപ്പള വേണ്ട, നമുക്ക് പുതിയ എണ്ണ മതി നിങ്ങൾ പെൺകുട്ടി വന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൗൺസിലിംഗ് ആണ് കൊടുക്കാൻ പഠിപ്പിക്കുന്നത്? നിങ്ങളെ ചെക്കൻ കൂടെ പഠിച്ച ഒരു ചെക്കന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ ഇവന്റെ ഒപ്പം പോവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൗൺസിലിംഗ് ആണ് കൊടുക്കാൻ പഠിക്കുന്നത്? ഒറ്റ മാർഗ്ഗമുള്ളൂ, ദീനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, മതപഠനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക. ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുടിച്ചോളൂ, സന്തോഷകരമായ ആനന്ദകരമായ ജീവിതമാവുള്ളത്. സ്വർഗം നേടാനുള്ള ഏറ്റവും മികച്ച വഴി അള്ളാഹുവിലുള്ള നല്ല മികച്ച ഭക്തിയാണ്, സൽ സ്വഭാവമാണ്. തഖ്വ നമ്മൾ പറഞ്ഞ എല്ലാ നന്മകളും ഉൾപ്പെട്ടു. നല്ല സ്വഭാവം, ഉമ്മയോട് പെരുമാറേണ്ടത് എല്ലാ അച്ചടക്കവും. ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ള പൂർണ്ണമായ സൽ സ്വഭാവത്തിന്റെ ഉടമ ഒരു പുരുഷൻ ഏറ്റവും നന്നായി പെരുമാറുന്നത് ഖിയാറുക്കും തന്റെ പ്രിയപ്പെട്ട വീട്ടുകാരോടാണ്. ഭാര്യമാരോട് മാന്യമായി പെരുമാറും. നാട്ടിനോട് നന്നായിട്ട് കാര്യങ്ങൾ, വീട്ടിലെ ഇണയോട് പെരുമാറണം, അടുത്തത് വേണ്ടി സംസാരിക്കുക. മാനസിക ശാരീരികമായ ബന്ധങ്ങൾ കുട്ടികളോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മാനസികവും ശാരീരികവുമായ ബന്ധങ്ങൾ കൃത്യമായി വൃത്തിയായി നടക്കണം. ഇസ്ലാമിക മര്യാദകൾ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ വീട് ഏറ്റവും സുന്ദരമായ നാളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വീടാക്കി നമ്മുടെ വീടിനെ മാറ്റണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ കൊണ്ട് കയറാൻ പറയണം. നമ്മൾ മുതൽ കയറി തുടങ്ങുമ്പോൾ സലാം ഉണ്ടായിരിക്കണം. വീട്ടിനകത്ത് കയറുന്നവർ മിസ്വാക്ക് ചെയ്യണം. 3 സുന്നത്തുകൾ വീട്ടിൽ കയറട്ടെ ചെയ്യണം. വിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കണം. ഹംദ് പറയുന്നവരായി മാറണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ പാലിച്ച് കിടക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന പ്രാർത്ഥന ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത
ചെരുപ്പ് മുകളിൽ കിടക്കുന്നു, ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറുന്നു, ഷോക്കടിച്ച് മരിക്കുന്നു. ഒരിക്കലെങ്കിലും ആ മാതാപിതാക്കൾ ഇന്നെന്റെ മകന്റെ അവസാനത്തെ ദിവസമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് കുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അതേ ബസ് കയറിയിട്ട് കുട്ടി മരിക്കുന്നു. നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ തവക്കുൽ ചെയ്ത് പ്രാർത്ഥനയോടെ സലാം കൊണ്ട് പോകണം. നമ്മുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മനുഷ്യനെ സന്തോഷിപ്പിച്ച് മുഷിപ്പിക്കാതെ വെറുപ്പിക്കാതെ പെരുമാറി പോകണം. ആ മനുഷ്യൻ തിരിച്ച് ആംബുലൻസിൽ വരുമോ, ശരീരം തളർന്ന് വരുമോ, കിടപ്പിലായി വരുമോ, ജീവനില്ലാതെ വരുന്ന പുതിയ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എത്രയോ പേര് മിസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോസ്റ്ററുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിസ്സിംഗ്. ഇത്ര ദിവസങ്ങളായി ആളെ കാണാനില്ല. പല കാരണങ്ങളുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുന്നതാണ്. അല്ലാഹുവിലുള്ള തഖ്വയുണ്ടോ? വഹസ്നുൽ ഖുലുഖി, സൽസ്വഭാവമുണ്ടോ? സൽസ്വഭാവത്തിൽ എന്തൊക്കെ പെട്ടു? വൃത്തിപ്പെട്ടു, സംസാരം പെട്ടു, ചിരി പെട്ടു, എന്തെല്ലാം മര്യാദകളുണ്ടോ അതെല്ലാം സ്വർഗം നിനക്കൊരു മസ്കനാ ലഭിച്ചെങ്കിലേ പിന്നെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. അതൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. സ്വർഗം കിട്ടുമെങ്കിൽ താടി വെച്ചാൽ എന്താ ചുമരെ ഇതാണെന്നൊക്കെ പറഞ്ഞാണ്, അതാണ് വളർന്നോട്ടെ, അത് അപ്പുറത്ത് അതിനെന്ന 24 മണിക്കൂർ കൂലി. സ്വർഗം കിട്ടുമെങ്കിൽ നീ ദരിദ്രനായാൽ എന്താ? നാളെ പരലോകത്തെ കോടീശ്വരനാ. സ്വർഗത്തിൽ അവസാനം എത്തുന്ന മനുഷ്യനോട് പറയും, നിനക്ക് ദുനിയാവിലെ രാജാവും 10 രാജാക്കന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ സുഖം ഏറ്റവും ചെറിയ നന്മ ചെയ്തൊക്കെ കിട്ടുകയും കുറച്ചധികം ചെയ്തവന്റെ അവസ്ഥ ഉണ്ടായിരിക്കും. സ്വർഗത്തിന്റെ അവസാന ഭാഗത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ ഒരു പ്രത്യേക സുഗന്ധം ആസ്വദിച്ചപ്പോ മലക്കുകളോട് ചോദിക്കുന്നത്, എന്തൊരു പ്രത്യേക മണം വരുന്നത്? നിന്റെ മുന്നിൽ കിടക്കുന്ന അപ്പുറത്തുള്ള ആൾ തിരിഞ്ഞു കിടന്നതാണ്. എത്ര മണോ! അതെ, എന്താ ഞാനും അയാളും തമ്മിൽ ഇത്ര വ്യത്യാസം? നിന്നേക്കാൾ ഒരു സുബ്ഹാനല്ലാഹ് അധികം പറഞ്ഞവനാണ് ആ കിടക്കുന്നത്. ഒരു നന്മക്ക് ഇത്ര പോസ്റ്റർ അറിയാം, ഒരു ദിക്റിന് എത്ര മഹത്വമുണ്ട്, ഒരു പുണ്യത്തിന് എത്ര സ്ഥാനമുണ്ട്. കൊതിച്ചു പോകും മനുഷ്യർ അല്ലെ ആ സ്വർഗത്തിന്റെ ആനന്ദങ്ങളെ കാണുമ്പോഴേ കൊതിച്ചു പോകും അതിന്റെ ഉയർന്ന ദറജകളിലേക്ക് എത്താൻ. നരകക്കാരൻ അവിടെ കിടന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണീര് കൊഴുക്കി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഒരു രക്ഷയും അതിന് കിട്ടും. അതുകൊണ്ട് നമ്മുടെ കുട്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രാസ്ഥാനികരെല്ലാം ഈ സ്വർഗത്തിന്റെ അഖിലുകാരാകാൻ കൊതിച്ചു മോഹിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വപ്നം കാണുന്നത്. ഫിർദൗസ് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ 3 തവണ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. അതേപോലെ തന്നെ മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാറുന്ന സൈബാദ് റഹ്മാന്റെ പ്രാർത്ഥനയിൽ പോലും റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅതു മുസ്തഖറൻ വ മുഖാമ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ, സ്വഭാവത്തെ, ഇടപാടുകളെ, വ്യക്തിത്വത്തെ, ദാമ്പത്യത്തെ, വീടിനെ എല്ലാം മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചിട്ട് എവിടെയാണ് കുറ്റമെങ്കിൽ, എവിടെയാണ് കുറവെങ്കിൽ അത് പരിശോധിച്ച് ശരിപ്പെടുത്തി തുന്നിച്ചേർത്ത് വിട്ടുകളയേണ്ടതിനെ ഊരിക്കളഞ്ഞുകൊണ്ട് ഒരു ശുദ്ധമായ ജീവിതത്തിലൂടെ അല്ലാതെ നമുക്ക് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇവിടുന്ന് മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പേ മലക്കുകൾ പറയുന്നത്രേ, സമാധാനമടഞ്ഞ ആത്മാവെ, വിഷമിക്കണ്ട, പ്രയാസപ്പെടുന്ന നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, നീ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കാഴ്ചകൾ കബറിനുള്ളിൽ ഇങ്ങനെ കാണിക്കും. കബറിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ കബറിനകത്ത് രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണിക്കും. കബറിനകത്ത് വെളിച്ചമിട്ട് തരും പടച്ച റബ്ബ്. കബറിനകത്ത് അവന് പ്രത്യേകമായ ഒരു വസ്ത്രം കൊണ്ടുവന്ന് ധരിക്കും. കബറിനകത്ത് അവന് പ്രത്യേകമായി കൊണ്ടുള്ള ഒരു വിരിപ്പ് കൊണ്ടുവന്ന് വിരിപ്പിക്കും. കബറിനകത്ത് അവനെ കിടത്തുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു പേര് അവനെ കൊണ്ടുവന്ന് വിളിക്കും. എന്തൊരു സ്ഥാനമാണ്! ആരൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും ഈ സ്ഥാനങ്ങൾ ഒരാൾക്ക് ലഭിക്കുമെങ്കിൽ എത്ര സന്തോഷമാണ്. അല്ലാഹു നമുക്കെല്ലാം ഈമാനികമായ മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. മനോഹരമായ ദാമ്പത്യ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഒരുപാട് നന്മകൾ നമ്മുടെ ഈ മക്കളൊക്കെ വളരെ സമാധാനപരമായി ഒരുമിച്ച് കൂടി ശബ്ദം മുഴുവൻ അവർ കേട്ടവരാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ പലരും ആരുടെയും മണ്ണിലാണ്. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. റഹ്മാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് പേർ രോഗികളായി പ്രയാസപ്പെട്ട് കിടക്കുന്നവർക്ക് ശിഫ നൽകണമേ. റഹ്മാനെ, അല്ലാഹുവേ ഈ ഒരു അജ്ഞാന സദസ്സിന് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചവർ അധ്വാനിച്ചവർ എല്ലാവർക്കും അതിന്റെ തക്കതായ പ്രതിഫലം നൽകണമേ. റഹ്മാനെ, അല്ലാഹുവേ ഈ ഒരു മഹത്തായ പള്ളി, മദ്രസ, മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം എല്ലാം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹകരിക്കുന്ന സഹായിക്കുന്നവർക്കെല്ലാം അതിന്റെ ഗുണങ്ങളും വിജയവും സന്തോഷവും സമാധാനവും നീ നൽകണേ. റഹ്മാനെ, اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.